ഹായ് ഫ്രണ്ട്സ്, വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാർട്സ് നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു. വാട്ടർ കളർ പെയിൻറ്റിങ് ഒരു ഹോബിയായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മെയിൻ പ്രശ്നം ഇത് എങ്ങനെ തുടങ്ങണം, വാട്ടർ കളർ സപ്ലൈസ് ഏത് മേടിക്കണം എന്നിങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു റിലാക്സേഷൻ മെത്തേഡാണ്. അതിൻ്റെ കൂടെ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഫണ്ണാണ് എനിക്ക്. നിങ്ങൾ ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് പഠിക്കണം, ഇതൊരു ഹോബിയായിട്ട് തുടങ്ങണം എന്നുള്ള നിങ്ങളുടെ ആ വിചാരത്തിന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നതിന് കുറേ റീസൺസ് കാണും. ചിലർക്കത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നല്ല വാട്ടർ കളർ സപ്ലൈസ് ഞങ്ങളുടെ അടുത്ത് കിട്ടുമോ, അല്ലെങ്കിൽ എങ്ങനെ ഇത് വാങ്ങിക്കും, എത്ര രൂപയാകും, ഒരു ഹോബിക്ക് വേണ്ടി മാത്രം ഞാൻ ഇത്രയും രൂപ ചിലവാക്കണോ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കുറേ റീസൺസും ആയിരിക്കും. അങ്ങനത്തെ നിങ്ങളുടെ ഡൗട്ട്സും അങ്ങനത്തെ നിങ്ങളുടെ കൺഫ്യൂഷൻസും ക്ലിയർ ചെയ്യാനാണ് ഞാനിവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഇങ്ങനെ വാട്ടർ കളർ പെയിൻറ്റിങ് തുടങ്ങണോ വേണ്ടയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യണോ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാട്ടർ കളർ സപ്ലൈസ് മേടിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ഹോബിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ ആദ്യം തൊട്ടേ ചെയ്യേണ്ടത് പ്രാക്ടീസാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഈ വാട്ടർ കളർ പെയിൻറ്റ്സ് ഒന്നും മേടിക്കേണ്ട ഒരാവശ്യവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം സ്റ്റുഡൻറ്റ് ഗ്രേഡിലുള്ള പെയിൻറ്റ്സ് മേടിച്ച് പ്രാക്ടീസ് ചെയ്യുക. വൺസ് നിങ്ങൾ എക്സ്പേർട്ട് ആയി എന്ന് കാണുമ്പം നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പെയിൻറ്റ്സിലേക്ക് നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റും ഇപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് പെയിൻറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഇപ്പോൾ ഈ വിൻസർ ആൻഡ് ന്യൂട്ടൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു വാട്ടർ കളർ പെയിൻറ്റ് സെറ്റ് 12 നമ്പർ ഓഫ് കളേഴ്സാണ് ഇതിൽ വരുന്നത്. ഇതല്ലാതെ 36 നമ്പർ ഓഫ് കളേഴ്സ് ഉള്ള ഒരു വിൻസർ ആൻഡ് ന്യൂട്ടൻ്റെ തന്നെ വാട്ടർ കളർ സെറ്റ്സ് അവൈലബിൾ ആണ്. 46 കളേഴ്സ് ഉള്ളത് അവൈലബിൾ ആണ്. 12 നമ്പേഴ്സ്, 24 നമ്പേഴ്സ്, 36 നമ്പേഴ്സ്, 48 നമ്പേഴ്സ്, അങ്ങനെ നമ്പർ ഓഫ് കളേഴ്സ് ഒരുപാട് ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഇത്രയും നമ്പർ ഓഫ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഓക്കെ പല കളറുണ്ട്, അത് മേടിച്ചേക്കാം എന്ന് നമുക്ക് തോന്നാമായിരിക്കാം. പക്ഷേ ഒരിക്കലും അതിൻ്റെ ഒരു ആവശ്യമില്ല. യൂഷ്വലി പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് 3 കളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് പെയിൻറ്റിങ്സ് ഉള്ളത്. ഫസ്റ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന 3 കളേഴ്സാണ് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ. സോ ഈ ബേസിക് കളേഴ്സ് ആയിട്ടുള്ള റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ കളേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി ഒരുവിധ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് കളർ മിക്സിങ് എന്താണെന്ന് അറിയണം. സോ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ കളർ മിക്സിങ് എന്താണെന്ന് നിങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി തരാം. ഇനി ഞാൻ പാർട്ട് 1 പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് വാട്ടർ കളർ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ വാട്ടർ കളർ പെയിൻറ്റിങ്ങിൻ്റെ സ്കില്ല് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അതായത് ഒരു ബിഗിനറിന് എങ്ങനെ വാട്ടർ കളർ പെയിൻറ്റിങ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ വാട്ടർ കളർ പെയിൻറ്റിങ് എന്ന് പറയുന്ന സ്കില്ല് പഠിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇതിനു വേണ്ടി കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഒരു സ്കില്ലും പഠിക്കത്തില്ല, നമ്മൾ നമ്മുടെ ലൈഫിൽ ഒന്നും അക്വയർ ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്കിത് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ട്യൂട്ടോറിയൽ കാണുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം പേപ്പർ എടുക്കുക, പെയിൻറ്റ് എടുക്കുക, പെയിൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ച വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് ആൻഡ് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്ക് യൂസ് ചെയ്ത് 2 ബേസിക് സ്കൈ ആണെന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 1 ഞാൻ ചെയ്യുന്നത് ഒരു ഡേ സ്കൈയും സെക്കൻഡ് 1 ഒരു നൈറ്റ് ആയിട്ടുള്ള ഒരു സ്കൈയുമാണ്. ഈ 2 പെയിൻറ്റിങ്ങിലും ഞാൻ 2 മെത്തേഡും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ട്, വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടെക്നിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നാലേ നമുക്കൊരു പെർഫെക്റ്റ് പെയിൻറ്റിങ്. ഇപ്പം ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. കാരണം ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു വാട്ടർ കളർ പേപ്പർ കണ്ടോ, സ്റ്റുഡൻറ്റ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പറാണ്. നിങ്ങൾക്ക് പേപ്പർ കണ്ടാലേ മനസ്സിലാവും. കണ്ടോ, പേപ്പർ വളഞ്ഞ് ചുളുങ്ങിയൊക്കെ ഇരിക്കുകയാണ്.
ഞാൻ ഇന്ന് സ്റ്റുഡൻറ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പറിൽ പെയിന്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരാനാണ്. എന്താണ് സ്റ്റുഡൻറ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പറിൽ പെയിന്റ് ചെയ്താലുള്ള ഡിസഡ്വാൻറ്റേജസ്, ഇതിന്റെ സ്ഥാനത്ത് വാട്ടർ കളർ പേപ്പർ, ആർട്ടിസ്റ്റിക് വാട്ടർ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു പേപ്പർ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് പെയിന്റിങ്ങിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ പെയിന്റിങ്ങിൽ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള 2 സ്കൈ ആണ് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 2 സ്കൈ പെയിന്റ് ചെയ്യാനായിട്ട് ഒന്നൊരു ഡേ സ്കൈയും ഒന്നൊരു നൈറ്റ് സ്കൈയും ആണ്. ഒരു സൈഡിൽ നമുക്ക് ഡേ സ്കൈ ചെയ്യാം, ഒരു സൈഡിൽ നൈറ്റ് സ്കൈ ചെയ്യാം. നമ്മളൊരു ബേസിക് ബ്ലൂ കളർ എടുക്കുക. ഇപ്പം ഇങ്ങനെ നിങ്ങൾ 2 സൈഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വൈഡായിട്ട് കളർ ചെയ്യരുത്. നമ്മുടെ ഈ ഒരു പോർഷനിൽ മാത്രം ഒന്ന് കളർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മുടെ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കിൽ നമ്മൾ ചെയ്ത പോലെ ആദ്യം തന്നെ ഞാൻ നമ്മുടെ പേപ്പർ വെറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ പുറത്തോട്ടാണ് നമ്മളിപ്പം ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ പേപ്പറിൽ ഇപ്പം നമ്മുടെ ബ്രഷിൻ്റെ ലൈൻസ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ നല്ലതായിട്ട് വെറ്റ് ആവാത്തത് കൊണ്ടാണ് അങ്ങനെ നമ്മുടെ ഇങ്ങനെ ലൈൻസ് പോലെ കാണുന്നത്. അതേപോലെ കണ്ടോ, ഇവിടെ ഈ സൈഡിൽ ഒരു വലിയൊരു ബ്ലോബ് ഓഫ് വാട്ടർ ആണുള്ളത്. കണ്ടോ, അത് അങ്ങനെ ഇരിക്കുന്നത് വൃത്തികേടാണ്. നമുക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്ന ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ബ്രഷ് യൂസ് ചെയ്ത് തന്നെ നമുക്കിങ്ങനെ എക്സസ് ആയിട്ടുള്ള വാട്ടർ ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യണം. ഞാൻ കുറച്ചുകൂടെ എൻ്റെ കളർ ബ്രൈറ്റർ ആക്കുവാണ്. ഞാൻ ഇന്നത്തെ ഈ ഒരു പെയിൻറ്റിങ് സെഷനിൽ യൂസ് ചെയ്തേക്കുന്ന പേപ്പർ ഒരു ആർട്ടിസ്റ്റിക് ടൈപ്പ് ഓഫ് പേപ്പർ അല്ല, ഒരു നോർമൽ വാട്ടർ കളർ പേപ്പറാണ്. അതായത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ആർട്ടിസ്റ്റിക് പേപ്പറാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്തിനാണ് ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. നല്ല ഒരു ക്വാളിറ്റി ആർട്ടിസ്റ്റിക് പേപ്പറിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ എന്താണ് അതിൻ്റെ ദോഷം എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ പേപ്പർ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്തപ്പം കണ്ടോ, പേപ്പറിൻ്റെ പാർട്സ് ഇങ്ങനെ പൊങ്ങി വന്നു വെള്ളം അപ്ലൈ ചെയ്തപ്പം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സൈഡിനേക്കാളും ഈ സൈഡ് കുറച്ചൊന്ന് പൊങ്ങി വന്നു. ആ പേപ്പർ വെറ്റായപ്പം പേപ്പർ വളയാൻ തുടങ്ങി. അപ്പം നമ്മളിപ്പം ഈ ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്തത് കൊണ്ടാണ് ഇത് പൊങ്ങി വളഞ്ഞ് വരാതിരുന്നത്. ഇതാണ് സ്റ്റുഡൻറ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പർ യൂസ് ചെയ്താലുള്ള ഒരു ഡ്രോബാക്ക്. പക്ഷേ ഒബ്വിയസ്ലി ഒരു ബിഗിനറിന് വലിയ ആർട്ടിസ്റ്റിക് ടൈപ്പ് ഓഫ് പേപ്പറിൽ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. പ്രാക്ടീസ് പർപ്പസിന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻറ് ഗ്രേഡ് ആയിട്ടുള്ള ഒരു വാട്ടർ കളർ പേപ്പർ യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഫസ്റ്റ് ലെയർ പെയിൻറ്റ് ചെയ്തു. ഇനി ഞാൻ ഈ സൈഡ് ഡ്രൈ ആവുന്ന ടൈമിൽ ഈ സൈഡിൽ ഞാൻ നൈറ്റ് സ്കൈ പെയിൻറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഞാൻ നൈറ്റ് സ്കൈ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തിലൂടെ ഒരു ഡാർക്ക്
കളർ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാനിപ്പം എൻ്റെ പെയിൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കർ ആക്കുവാണ്. എപ്പോഴും കളേഴ്സ് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ബ്രഷ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക. ഞാൻ ആ താഴത്തെ ലെയർ ഓഫ് പെയിൻറ്റ് ഒന്ന് ഡ്രൈ ആവുന്നതിന് മുന്നേ ഞാനൊരു ഡാർക്ക് ഷെയ്ഡും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു പാർട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ആ ഒരു ഫസ്റ്റ് ലെയർ ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ചെയ്യുന്നത് സെക്കൻഡ് ലെയർ പെയിൻറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ സെക്കൻഡ് ലെയർ പെയിൻറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് ജസ്റ്റ് വെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് ലെയറിൻ്റെ പുറത്തോട്ടൊരു ലൈറ്റ് ലെയർ ഓഫ് വാട്ടർ അപ്ലൈ ചെയ്യുക. നമ്മൾ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ സെക്കൻഡ് പാർട്ട് കാണുക, എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് മനസ്സിലാകത്തുള്ളൂ. ഫസ്റ്റ് ലെയർ ഞാനിങ്ങനെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്തല്ലേ, ഒരുപാട് വെള്ളം ഒഴിച്ച് ഈ ഒരു ടൈമിൽ നിങ്ങൾ വാട്ടർ ഇതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യരുത്. കാരണം ഫസ്റ്റ് ലെയറിലെ പെയിൻറ്റ് ഇങ്ങനെ ഇളകി വരും. അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ ഓഫ് പെയിൻറ്റ് ഒരുപാട് പ്രഷർ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം എടുത്ത് നമ്മൾ ഈ ഒരു ടൈമിൽ ഇവിടെ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് ലെയറിലെ പെയിൻറ്റ് ഇളകി ഇനി വരും. അപ്പം ഞാനിപ്പോൾ സെക്കൻഡ് ലെയർ ഓഫ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ഈ ഒരു സ്കൈ എനിക്ക് ഓക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം എൻ്റെ പേപ്പർ ഞാനിപ്പോൾ ഈ യൂസ് ചെയ്യുന്ന പേപ്പർ ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്തതായതുകൊണ്ട് എൻ്റെ പേപ്പറിൻ്റെ ആ ഒരു ഫസ്റ്റ് ലെയർ ഇങ്ങനെ പൊളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബ്രഷിലും ആ പേപ്പറിൻ്റെ ലെയർ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാൻ 2 ലെയറേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇതിൽ കൂടുതൽ പെയിൻറ്റ് ചെയ്താൽ എൻ്റെ പെയിൻറ്റിങ് നല്ല മെസ്സി ആയി പോവും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു പേപ്പർ യൂസ് ചെയ്യാൻ കാര്യം നിങ്ങളെ ഒന്നും എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പം ഞാനിപ്പം എപ്പോഴും ആർട്ടിസ്റ്റിക് പേപ്പർ യൂസ് ചെയ്ത് ഞാൻ അതിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തില്ല. അങ്ങനെ എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന് ഞാനൊരു റീസൺ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഞാനത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു സ്റ്റുഡൻറ്റ് ഗ്രേഡ് വാട്ടർ കളർ പേപ്പർ യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത്. അപ്പം നിങ്ങൾക്കിപ്പം ക്ലിയർലി മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെ തന്നെ പാർട്ട് 1 ഞാൻ നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത് നമ്മുടെ വാട്ടർ കളർ പെയിൻറ്റിങ് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ് അത്ര വൈബ്രൻ്റ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മുടെ കളർ അത്ര അങ്ങോട്ട് എടുത്തറിയുന്നില്ല. 2 or 3 ലെയർ ഓഫ് പെയിൻറ്റ് അടിച്ചാലേ നമുക്ക് നല്ലൊരു വൈബ്രൻറ്റ് കളർ വിസിബിൾ ആവത്തുള്ളൂ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു ലെയറിൽ എനിക്ക് കുറച്ച് ക്ലൗഡ്സ് എനിക്കൊന്ന് ഫോം ചെയ്യണം. അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഞാൻ ഇവിടുത്തെ കുറച്ച് പെയിൻറ്റ് ഇങ്ങനെ ഒന്ന് ലിഫ്റ്റ് ഓഫ് ചെയ്യുവാണ്. ഞാൻ ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ആ ഭാഗത്തെ പെയിൻറ്റ് പോകുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്ലൗഡ്സ് പോലെ ഫീൽ ചെയ്യും. ഇനി ഞാൻ ഈ ഒരു പാർട്ട് ഡ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ടിലെ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രഷ് നല്ല ക്ലീൻ ആയിരിക്കണം. എന്നിട്ട് ഞാൻ ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണ്. താഴത്തെ ഡ്രൈ ലെയർ ഓഫ് പേപ്പറിലാണ് ഞാൻ വെറ്റ് ആയിട്ടുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്തത്. ഇത് എന്ത് മെത്തേഡാണപ്പം? വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡാണ്. ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ലെയർ ഞാൻ പെയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു ഡയഗണലിയാണ് പെയിൻറ്റ് ചെയ്തത്. നമ്മുടെ പെയിൻറ്റിങ്ങിന് ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പെയിൻറ്റ് ചെയ്തത്. ഞാൻ ഈ താഴത്തോന്ന് ഒരു ചെറിയ ബ്രൈറ്റ് ഷെയ്ഡ് കൊടുക്കും.
ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വാം ഷെയ്ഡ് ഓഫ് യെല്ലോ എടുത്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ലെയേഴ്സ് തമ്മിൽ നല്ലപോലെ നമ്മൾ ഡ്രൈ ആയിട്ടേ നെക്സ്റ്റ് ലെയർ പെയിൻറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴത്തെ ലെയർ ഉണങ്ങിയിട്ടില്ലെന്നാണ് നമ്മൾ മുകളിലത്തെ ലെയർ പെയിൻറ്റ് ചെയ്യുമ്പം നമ്മുടെ കളേഴ്സ് തമ്മിൽ മിക്സ് ആവും. വാട്ടർ കളേഴ്സാണ്. ഞാൻ ഇങ്ങനെ ഒരു വഴിയൊക്കെ പോലെ ചുമ്മാ ഒരു ഹൈലൈറ്റിങ് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രീസ് പെയിൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഡേ സ്കൈൻ്റെ പെയിൻറ്റിങ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഞാനിത് ഓക്കെ, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ അത്ര പേപ്പറിൻ്റെ ക്വാളിറ്റിയിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല, ബട്ട് സ്റ്റിൽ ഈ ഒരു പാർട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡേ സ്കൈ ആണ് ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് നൈറ്റ് സ്കൈയുടെ ബാക്കി നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലത്ത്. ഞാനിപ്പോൾ ഡയഗണലിയാണ് ഞാൻ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിൽ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യാം. വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ വാട്ടർ എടുക്കുക, ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുക അതിൻ്റെ പുറത്ത്. കണ്ടോ, അടിയിലത്തെ ലെയർ ഓഫ് പെയിൻറ്റ് പൊങ്ങി വരാത്ത രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ. നമ്മൾ വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ കളർ ആക്ടിവേറ്റഡ് ആവും, അത് മറക്കരുത്. ഇനി ഞാനിതൊന്ന് താഴോട്ട് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു ലെയർ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ഡീറ്റെയിലിങ്സ് ആഡ് ചെയ്യണം. ഈ ഒരു ലെയർ ഡ്രൈ ആയി കഴിയുമ്പോൾ ഇനി ഇതിൻ്റെ മൗണ്ടൻ പോലെ ഒരു നൈറ്റ് സ്കൈ ആണ്. ഒരു നൈറ്റ് സ്കൈ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്കർ നൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഡാർക്കർ കളർ മിക്സ് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്കാണ്. എന്നാലേ നമുക്ക് ഈ ബോർഡർ ക്രിയേറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ടാണ് വെറ്റ് ഓൺ ഡ്രൈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇങ്ങനൊരു ബോർഡർ ക്രിയേറ്റ് ആകുമ്പോൾ നമുക്കൊരു ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു നല്ലൊരു ഇല്ലുസ്ട്രേഷൻ കിട്ടും. ഈ ഒരു പാർട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് നല്ല ലൈറ്റ് അങ്ങനെ.
എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല. ഞാനിതൊരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഡാർക്കാണ് ഞാൻ കൊടുത്തത്. ഇനി ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലുള്ള ഒരു മൗണ്ടൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ച് ഈ ഒരു ലെയർ ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തേക്കുന്ന ഈ ഒരു ലെയർ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ലെയർ അപ്ലൈ ചെയ്യത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ഫിനിഷ്ഡ് പെയിൻറ്റിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ താഴത്തെ ലെയർ ഓഫ് പെയിൻറ്റ് മുകളിലത്തെ ലെയർ ഓഫ് പെയിൻറ്റുമായിട്ട് മിക്സ് ആവും. അപ്പോൾ ഇത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഡ്രൈ ചെയ്തിട്ട് ഞാനൊരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് ബ്ലാക്ക് വെച്ച് ഡാർക്കർ ഷെയ്ഡ് വെച്ച് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു മൗണ്ടൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു നൈറ്റ് സ്കൈ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്രഷ് വെച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബ്രഷ് ഇല്ല എന്നാണെങ്കിൽ ഒരു സാധാരണ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെയിം എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ സൈഡ് മൂടി വെച്ച് എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് പടരാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ മാസ്കിംഗ് ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പം നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളി നമ്മുടെ പേപ്പർ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ രണ്ട് പെയിൻറ്റിങ്സ് ഇതാണ്. ഒന്നൊരു ഡേ സ്കൈയും ഒന്നൊരു നൈറ്റ് സ്കൈയും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില പ്ലേസസിൽ പെയിന്റിങ് ഒരു സ്മൂത്ത് അല്ല, ഒരു ഫിനിഷ്ഡ് പെയിന്റിംഗ് എന്ന് ഇതിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പ്രൊഫഷണൽ ലുക്ക് ഈ പെയിന്റിങ്ങിന് ഇല്ല. അതിന്റെ കാരണം ഞാൻ യൂസ് ചെയ്തത് സ്റ്റുഡൻറ് ഗ്രേഡ് വാട്ടർ കളർ പേപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പേപ്പറിൻ്റെ ചില പാർട്സ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്ന് റിമൂവ് ചെയ്ത് കളയുമ്പോൾ ചിലപ്പോൾ ആ പാർട്ടിലെ പെയിൻറ്റോടെ അതങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ആർട്ടിസ്റ്റിക് വാട്ടർ കളർ പേപ്പർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഗുഡ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പർ യൂസ് ചെയ്യണം. ഇനി കയ്യിൽ ഗുഡ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പർ ഇല്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കരുത്. ഞാനിത് ഉദ്ദേശിക്കുന്നത് എക്സ്പേർട്ട് ആയി കഴിയുമ്പം ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ്. എപ്പോഴും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സ്റ്റുഡൻറ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പർ മതിയാവും, ഒരു കുഴപ്പമില്ല. ഇതാണ് ഞാൻ നോർമൽ നമ്മുടെ സ്റ്റുഡൻറ് ഗ്രേഡ് ആയിട്ടുള്ള വാട്ടർ കളർ പേപ്പറിൽ പെയിൻറ്റ് ചെയ്ത് ആ രണ്ട് സ്കൈയുടെ പെയിൻറ്റിങ്. ഇനി ഞാൻ സെയിം കളർ യൂസ് ചെയ്ത് സെയിം തന്നെ ഞാൻ ആർട്ടിസ്റ്റിക് വാട്ടർ കളർ പേപ്പറിൽ പെയിൻറ്റ് ചെയ്തതാണിത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് കണ്ടോ. ഒന്ന് പേപ്പറിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. പേപ്പറിൻ്റെ ക്വാളിറ്റി ഇവിടെ ഭയങ്കര കുറവാണ്. ഇതിൻ്റെ പേപ്പറിൻ്റെ ക്വാളിറ്റി കണ്ടോ. പേപ്പർ നല്ലതായിട്ട് മടങ്ങി വെള്ളം വന്നപ്പോൾ തന്നെ പേപ്പറിൻ്റെ ആ ഒരു ഇത് പോയി. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ വാട്ടറിൻ്റെ പഡിൽസ്, അതൊക്കെ നല്ല പേപ്പർ അല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. പക്ഷേ ഈ ഒരു പെയിൻറ്റിങ് കണ്ടോ, ഈ ഒരു പെയിൻറ്റിങ്ങിൽ ആ പെർഫെക്ഷൻ വരുന്നത് ആ പേപ്പർ നല്ലതായതുകൊണ്ടാണ് ആ പെർഫെക്ഷൻ വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ കളേഴ്സ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ആർട്ടിസ്റ്റിക് ടൈപ്പ് ഓഫ് പേപ്പറിലാണ്, വാട്ടർ കളർ പേപ്പറിൽ. ഞാനിപ്പോൾ രണ്ട് ഇതിനും യൂസ് ചെയ്ത കളേഴ്സ് സെയിം ആണ്. അതായത് മിക്സ് ചെയ്ത കളേഴ്സും യൂസ് ചെയ്ത കളേഴ്സും എല്ലാം സെയിം ആണ്. പക്ഷേ കുറച്ചും കൂടെ ഭംഗിയായിട്ട് അത് വന്നേക്കുന്നത്, കുറച്ചുകൂടെ പെർഫെക്ഷൻ വന്നേക്കുന്നത് ഈ ആർട്ടിസ്റ്റിക് ടൈപ്പ് ഓഫ് പേപ്പറിലാണ്. ഇതൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഈ ഒരു സ്റ്റുഡൻറ് ഗ്രേഡ് ഓഫ് വാട്ടർ കളർ പേപ്പറിൽ കാണിച്ചത്. സെയിം തന്നെ ഞാൻ ആർട്ടിസ്റ്റിക് പേപ്പറിൽ ചെയ്തതാണിത് കണ്ടോ.